ലാലേട്ടന് ഓരോ അവാർഡ് കിട്ടുന്നതും നമ്മുടെ ലാലേട്ടനൊരു എന്ത് കിട്ടിയാലും എന്ത് സംഭവിച്ചാലും അത് മലയാളികൾക്കൊക്കെ കിട്ടുന്ന ഒരു അച്ചീവ്മെന്റ് പോലെയാണ് നമ്മൾ കാണുന്നത്. ആവശ്യമില്ലാത്ത ഡയലോഗ്സ്, ഒരു മൂളല് പോലും ആവശ്യമില്ലാത്തത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ വെട്ടിക്കളയാൻ ഒന്നും ഇല്ലായിരുന്നു. ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ സിനിമയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ? സിനിമയിലെ ബാധിച്ചിട്ടുണ്ട്, കാരണം സിനിമയുടെ സീൻസ് കട്ട് ചെയ്ത് പോയല്ലോ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുക, നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് ജീവിക്കുക, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി കണ്ടാൽ തല്ലി നടക്കണമെന്നൊന്നും ഇത്രയും പറഞ്ഞതായിട്ട് എനിക്ക് അറിവില്ല. അല്ല, അച്ഛൻ നിർബന്ധിക്കുമായിരുന്നു, അല്ലെങ്കിൽ അച്ഛൻ അത് കാണാൻ വേണ്ടി പറയുമായിരുന്നു? അച്ഛൻ മൈത്രേനെ കാണാൻ നിർബന്ധിക്കുമായിരുന്നു എന്നല്ല, അച്ഛൻ എന്റെ മോള് കാണണ്ട എന്നായിരിക്കും. എന്റെ മോളത് കാണണ്ട എന്നൊന്നും വിചാരിക്കുന്ന അതെനിക്ക് അറിയില്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. എല്ലാരും എന്റെ അച്ഛനോട് പെൺകുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ വന്ന് സംസാരിക്കും. മൈത്രേൻ ഒരിക്കലും കുടുംബത്തിനൊന്നും എതിരല്ല. മൈത്രേൻ പറയുന്നത് അത് പലപ്പോഴും ഒരു സിനിമ പോലും ഈ സിനിമയിൽ ഒറ്റട്ടേക്കിൽ ഓക്കെ ആയിട്ടില്ല. എല്ലാ സിനിമ അതിപ്പം ഞാനും നല്ല ഇതിൽ ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാരുടെയും നീലാംബരി ഒരു ബിസിനസ് സംരംഭമാണെന്നാണ് പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. അത് ഞാൻ വായിച്ചും അല്ലാണ്ടും ഒക്കെ കിട്ടുന്ന എന്റെ തന്നെ കുറച്ച് തോട്ട്സ്, അല്ലെങ്കിൽ ഞാൻ മറന്നുപോകും. ഇത് നമ്മൾ എവിടെയെങ്കിലും എഴുതിയിടുകയാണെങ്കിൽ സൗകര്യം ഉണ്ടല്ലോ. വലിയൊരു സിനിമ വരുമ്പോൾ എനിക്ക് എക്സാം ആണെങ്കിൽ ഞാൻ ആ വർഷം തോക്കും, എന്നിട്ട് ഞാൻ സിനിമ ചെയ്തിട്ട് അടുത്ത വർഷം പോയി എഴുതിയെടുക്കാമല്ലോ. എനിക്കങ്ങനെ ജെൻസി ആൽഫ അങ്ങനെ വേർതിരിവുകളൊന്നും ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ ഞാൻ ഭയങ്കര ന്യൂ ജനറേഷൻ വൈബിലൂടെ ഒന്നുമല്ല സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. അയ്യോ, അതിനെപ്പറ്റി എനിക്ക് ഇപ്പോഴും ഒരു ധാരണയില്ല. ഹലോ എവരി വൺ, വെൽക്കം ടു കൗമുദി മൂവീസ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു അടിപൊളിയാണ്, ക്യൂട്ടായിട്ടുള്ള ഒരാളാണ്, അങ്ങനെ പറയുന്നതായിരിക്കും കറക്റ്റ്. യെസ്, മീനാക്ഷി അടൂർ. ഹായ്. ഹലോ. മീനുട്ടി വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. എല്ലാവരും അങ്ങനെയല്ലേ വിളിക്കുന്നത്? എന്ത് വിളിച്ചാലും സന്തോഷം. ഓക്കെ, നമ്മുടെ പുതിയ വിശേഷം പ്രൈവറ്റ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മളതിന് മുമ്പൊക്കെ കുഞ്ഞായിട്ടാ കണ്ടേക്കുന്നത്. മീനാക്ഷി ഇച്ചിരി വലുതായിട്ട് നമ്മൾ കാണുന്നത് ഈ സിനിമയ്ക്കകത്ത്. അപ്പൊ ഈ ഒരു സിനിമയിലേക്ക് വരാനുണ്ടായ അതിന്റെ പുറകിലുള്ള ഒരു കഥ എന്നാൽ പഠിക്കുമായിരുന്നു, പിന്നെ കുറച്ച് നാളായിട്ട് മാറി നിൽക്കുമായിരുന്നു സിനിമയിൽ നിന്ന്, അല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണല്ലോ. ഓക്കെ, അപ്പൊ പ്രൈവറ്റ് ചെയ്യണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാ? അങ്ങനെ പറയാൻ പറ്റില്ല. പ്രൈവറ്റ്, ഞാനും എന്നെ ഇത്രയും വലുതായിട്ട് ഇങ്ങനെ ഇത്രയും ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറിൽ കാണുന്നത് പ്രൈവറ്റിലാണ്. അതുകൊണ്ട് എനിക്കും പ്രൈവറ്റ് സ്പെഷ്യലാണ്. സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടൊന്നുമില്ല, സിനിമയിൽ ഉണ്ടായിരുന്നു. പിന്നെ ചെയ്യുമ്പോൾ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടില്ലേ കാര്യമുള്ളൂ. നമുക്കും ഒരു സന്തോഷം ആവണമെങ്കിൽ അങ്ങനെയല്ലേ. അപ്പം ഓഫീസർ ഈ അടുത്ത് ചെയ്തു, ഓഫീസർ ഓൺ ഡ്യൂട്ടി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പ്രൈവറ്റ് ആണ്. ഓഫീസിൽ ഒരു സെൻട്രൽ ക്യാരക്ടർ ആണെങ്കിലും അതങ്ങനെ ത്രൂ ഔട്ട് ഒരു ഇതല്ല. അപ്പൊ ത്രൂ ഔട്ട് ചെയ്യുന്നത് പ്രൈവറ്റിലാണ് എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ മാറി നിൽക്കലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രൈവറ്റ് ഈ പറയുന്നതല്ല, അങ്ങനെ വലിയ വലിയ കഥകളൊന്നും ഇല്ല അതിന്റെ പിന്നില്. ദീപക്കേട്ടൻ വന്നു, ദീപക്കേട്ടനാണ് ഇതിന്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും എല്ലാം. അവരങ്ങനെ കുറച്ച് പേര് വന്നു, ഞങ്ങളുടെ അടുത്ത് സ്ക്രിപ്റ്റ് പറഞ്ഞു. പിന്നെ ഇന്ദ്രൻസ് അങ്കിൾ ആണെന്ന് അപ്പോഴേ അറിയായിരുന്നു, അങ്കിൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമുക്കൊരു പ്രത്യേക സന്തോഷമുള്ള കാര്യമാണ്, അങ്കിളുടെ കൂടെ ഒരു മൂവി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് ഫിക്സ് ചെയ്തു, ഷൂട്ടൊക്കെ തുടങ്ങി, ഇപ്പൊ ഇങ്ങനെ ഇവിടെ എത്തി നിൽക്കുന്നു. അല്ല, പഠിക്കുന്നതിന് ഇടയ്ക്ക് കൂടെ സിനിമ ചെയ്യണോ, അല്ലെങ്കിൽ ഇത്രയും സമയം ഒരു മുഴുനീള കഥാപാത്രമാകുമ്പോൾ മാറി നിൽക്കണം, അപ്പൊ അങ്ങനെ ഒരു തോട്ട് വന്നായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. എന്റെ പഠിത്തം ഒന്നിനെ അങ്ങനെ എഫക്ട് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിനെയും, ഇപ്പം ഷോ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനെയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് പ്രൊഫഷനെ ആണെങ്കിലും അത് ബാധിക്കരുത് എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം അത് കാരണം എന്റെ പഠിത്തത്തിനെയും ബാധിക്കാൻ പാടില്ല, പഠിത്തം കാരണം അതും പോകാൻ പാടില്ല. അതത്ര ബുദ്ധിമുട്ടുള്ള കേസൊന്നും ആയിരുന്നില്ല, കാരണം എന്റെ ചോയ്സ് എല്ലാം കറക്റ്റ് ആയിരുന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത്. ഹ്യൂമാനിറ്റീസ് ഒരിക്കലും പഠിക്കാൻ എളുപ്പമുള്ള വിഷയമൊന്നുമല്ല. പക്ഷെ നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കും, പുറത്തുനിന്ന് എല്ലാവരും അങ്ങനെ തെറ്റിദ്ധരിക്കും. ഇപ്പം എൻ്റെ അടുത്ത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, മീനാക്ഷിക്ക് നല്ല മാർക്കില്ലേ, അപ്പൊ സയൻസ് എടുക്കാം. ഇപ്പം എനിക്ക് ആ സമയത്ത് 9 A+ 1 A വരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു സയൻസ് നിർബന്ധമായിട്ടും എടുക്കണം. A+ കണ്ടപ്പോഴേ സയൻസ് എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഉറപ്പായിട്ടും ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. കാരണം പ്രാക്ടിക്കൽസ് കുറവാണ്, ഒറ്റയ്ക്കിരുന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. മിസ്സായാലും നമുക്കത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോ എന്റെ വീട്ടിൽ വന്നൊരു ടീച്ചറെ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പഠിത്തം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് വളരെ ഭംഗിയായിട്ട് പോയി. ആ സമയത്താണ് പ്രൈവറ്റ് നടന്നത്. +1 +2 സമയത്തൊക്കെ ആയിരുന്നു പ്രൈവറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 3 വർഷം മുന്നെയാ പ്രൈവറ്റ്. അപ്പം ഒരു തരത്തിലും പ്രൈവറ്റ് അതിനെ ബാധിച്ചിട്ടില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിനൊരു കുഴപ്പം വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ BA ലിറ്ററേച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും എന്റെ പ്രൊഫഷനെ ഒന്നും ബാധിക്കുന്നില്ല, അതുപോലെ എന്റെ പഠിത്തത്തിനെയും പ്രൊഫഷൻ ബാധിക്കുന്നില്ല. രണ്ടും ബാലൻസ് ചെയ്ത് രണ്ടും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം നമുക്കൊന്നും കളയാനില്ല, അത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇന്ദ്രൻസേട്ടൻ പറയാറ് ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എന്നെ അങ്ങനെ ഭയങ്കര ന്യൂ ജനറേഷൻ ആയിട്ടൊന്നും കാണാൻ പറ്റത്തില്ല.
എനിക്കങ്ങനെ ജെൻസി ആൽഫ അങ്ങനെ വേർതിരിവുകളൊന്നും ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ ഞാൻ ഭയങ്കര ന്യൂ ജനറേഷൻ വൈബിലൂടെ ഒന്നുമല്ല സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എല്ലാവരുമായിട്ടും വേഗം കൂട്ടാവും, എല്ലാവരുമായിട്ടും ഞാൻ മിങ്കിൾ ചെയ്തു പോകും ഒരേപോലെ തന്നെ. അതുകൊണ്ട് ഞങ്ങൾക്ക് സെറ്റിലൊരു എനിക്ക് അങ്കിൾ എൻ്റെ വീട്ടിലുള്ള ഒരാൾ അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്കൊരു അത്ഭുതമാണ്. എപ്പോഴും ടി വിയിൽ കണ്ട് നമ്മളിങ്ങനെ കൊതിക്കുന്ന ഒരാള് തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വലിയ സംഭവമാണ്. അപ്പം എനിക്കാണ് അങ്കിളുടെ എക്സ്പീരിയൻസ് എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്കാണ് ഒരുപാട് എക്സ്പീരിയൻസുകൾ അങ്കിളുടെ കൂടെ ചെയ്യാൻ പറ്റി, ഒന്നിച്ച് ഇത്രയും ദിവസം ചെലവഴിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നേരത്തെ പരിചയം ഉണ്ടായിരുന്നു ആദ്യം? നേരത്തെ പരിചയമുണ്ട്, നേരത്തെ മൂവീസിലും ഒന്നിച്ച് വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ കോമ്പിനേഷൻ സീനൊന്നും ഉണ്ടായിരുന്നില്ല. അതെ. ഫസ്റ്റ് കാണുന്നത് എപ്പോഴാ? അതെനിക്ക് ഓർമ്മയില്ല. അങ്കിള് പറയാം അന്ന് ഞാൻ കുഞ്ഞായിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതെപ്പോഴായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്കിൾ എൻ്റെ അടുത്ത് പറയാം എന്നെ ആദ്യം കാണുമ്പോൾ നീ കുഞ്ഞായിരുന്നു എന്ന് പറയും. ഓർമ്മയില്ല അല്ലെ? ആ അങ്ങനെ ഓർക്കാം. എന്ന് വെച്ചാൽ ഇത്രയും കൂട്ടല്ല അപ്പൊ. ഇപ്പോഴല്ലേ ഇത്രയും ഭയങ്കര ഇഷ്ടം, അന്ന് ഭയങ്കര ഇഷ്ടമുണ്ട്, പക്ഷെ ഇത്രയും എന്റേതുള്ളൊരു സംഭവം ഇപ്പോഴാണല്ലോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോഴേ അനുനയ അനൂപ് എന്ന് കണ്ടായിരുന്നു. അപ്പൊ അതാണോ യഥാർത്ഥ നെയിം? അനുനയ അനൂപാണ് ശരിക്കും പേര്. ഇപ്പോഴും അത് തന്നെയാണ് പേര് മാറ്റിയിട്ടൊന്നുമില്ല. മീനാക്ഷി എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാ. പിന്നെ എല്ലാവർക്കും വിളിക്കാൻ എളുപ്പവും എല്ലാവർക്കും ഇഷ്ടമുള്ള പേരും മീനാക്ഷി, മീനൂട്ടി ഒക്കെയാണ്. അപ്പൊ അത് വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും കോളേജിലും സർട്ടിഫിക്കറ്റ്സിലും എല്ലാം അനുനയ തന്നെയാണ്. കോളേജിൽ പോകുമ്പോൾ എല്ലാവരും എന്താ വിളിക്കുന്നത്? അനുനയ അല്ല, എന്നെ ആരും മീനാക്ഷി എന്നും അനുനയ എന്നൊന്നും അങ്ങനെ അറിയുന്ന ആൾക്കാരെ വിളിക്കാറില്ല. എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള പേരുകളാണ്. ഒത്തിരി പേരുള്ള ഉള്ള ആളാണ്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വിളിക്കും. അതെനിക്ക് പ്രശ്നമല്ല. അല്ലല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ള ആളല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ. ഇപ്പൊ സോഷ്യൽ മീഡിയ അതിന് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. മീനൂട്ടിക്ക് ഏറ്റവും കൂടുതൽ അതിന്റെ എന്താ കിട്ടിയേക്കുന്നത്? പോസിറ്റീവ് സൈഡ് ആണോ നെഗറ്റീവ് സൈഡ് ആണോ? എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് പോസിറ്റീവ് സൈഡ് കിട്ടുന്നുണ്ട് അല്ലേ? നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വലിയൊരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പണ്ടായിരുന്നെങ്കിൽ നമുക്കത് ഒത്തിരി പേരെ അറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാവർക്കും അതല്ലേ വേണ്ട, ഒരു എക്സ്പോഷർ പെട്ടെന്ന് കിട്ടുക എന്നുള്ളത് വലിയ കാര്യം. ഇപ്പൊ ഞാൻ എന്തെങ്കിലും എനിക്കൊരു സംഭവം പുറത്തറിയിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ സോഷ്യൽ മീഡിയ തന്നെ യൂസ് ചെയ്യണം. അപ്പൊ അത് വലിയൊരു ഫാക്ടറാണ്. പിന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. എല്ലാവരും പല അഭിപ്രായങ്ങൾ പറയുന്നു. അതല്ലാതെ എനിക്കങ്ങനെ നെഗറ്റീവ്സ് ഒന്നും അങ്ങനെ കൂടുതൽ വന്നിട്ടില്ല. ഇല്ല. ഇപ്പൊ മൈത്രേയന്റെ തോട്ട്സിനോടുള്ള ഒരു ഇഷ്ടം സാധാരണ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ തോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആളുകൾ ചിന്തിക്കുന്നത് ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ കൂടെ നോക്കിയ സമയത്ത് കണ്ടായിരുന്നു അച്ഛൻ നിർബന്ധിക്കുമായിരുന്നു, അല്ലെങ്കിൽ അച്ഛൻ അത് കാണാൻ വേണ്ടി പറയുമായിരുന്നു. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ ജീവിതത്തോടുള്ള ഒരു ഔട്ട്ലുക്ക്, ലൈഫിനോടുള്ള ഒരു ഔട്ട്ലുക്ക് മാറിയായിരുന്നു. അച്ഛൻ മൈത്രേയനെ കാണാൻ നിർബന്ധിക്കുമായിരുന്നു എന്നല്ല, അച്ഛൻ ഈ സയന്റിഫിക് ടെമ്പറുള്ള കുറെ കാര്യങ്ങൾ കാണാനായിട്ട് പണ്ട് പറയായിരുന്നു. അപ്പോ ഇപ്പം വൈശാഖൻ സാറിന്റെ ആയാലും മൈത്രേയന്റെ ആയാലും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളെല്ലാരും വിചാരിച്ചോണ്ടിരുന്ന, ഞാനും ആദ്യം ഓർത്തോണ്ടിരുന്ന കൊരങ്ങനിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ ഉണ്ടായി വന്നതൊക്കെ. അപ്പം അതൊക്കെ അവർ വളരെ കൃത്യമായിട്ട് ഇന്ന ഇന്ന കാരണങ്ങൾ വെച്ച് സ്റ്റഡീസ് വെച്ച് പറഞ്ഞു തരുന്ന ആൾക്കാരാണ്. അപ്പം അതുപോലുള്ള കാര്യങ്ങൾ കാണാൻ പറയായിരുന്നു. പിന്നെ ആ സമയത്ത് നമുക്ക് ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇതിപ്പം നമ്മൾ ചിന്തിക്കില്ലോ ലോകം അങ്ങനെ ഉണ്ടായി, ഇതിനെപ്പറ്റി എന്താണെന്ന് ഓർക്കുന്നില്ല. പക്ഷെ പിന്നെ അറിയാൻ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങുമ്പോൾ അവരൊക്കെയാണ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ആൾക്കാർ അവരൊക്കെ തന്നെയാണ്. അവരതിനെപ്പറ്റി പഠിച്ച ആൾക്കാരാണ്. കൃത്യമായിട്ട് ധാരണയുള്ള, കൃത്യമായിട്ട് സയന്റിഫിക് ബാക്കപ്പ് ഉള്ള കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത് അല്ലെ? അപ്പം ഈ ഒരു സാധാരണ അച്ഛനമ്മമാർ അത്തരം കാര്യങ്ങൾ, ഇപ്പൊ അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് കുടുംബം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, മാരേജ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ ഭയങ്കര വ്യത്യസ്തമായി സംസാരിക്കുന്ന ഒരാളാണ്. സാധാരണ ഒരു ഫാമിലിയിൽ ഒരു അച്ഛൻ വിചാരിക്കുന്നത് അതെന്റെ മോള് കാണണ്ട എന്നായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛൻ ഭയങ്കര വ്യത്യസ്തനാണ്. അങ്ങനെയൊന്നും അല്ല. മൈത്രേയൻ ഒരിക്കലും കുടുംബത്തിനൊന്നും എതിരല്ല. മൈത്രേയൻ പറയുന്നത് അത് പലപ്പോഴും പറഞ്ഞ് നമ്മള് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നതാ. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പേഴ്സണലി മൈത്രേയനോട് സംസാരിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത്, എല്ലാവരും അവരവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യം ഉള്ള ആൾക്കാരാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുക, നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കണ്ടാ തല്ലി നടക്കണം എന്നൊന്നും മൈത്രേയൻ പറഞ്ഞതായിട്ട് എനിക്ക് അറിവില്ല. കുടുംബം വേണ്ട, കുടുംബം വേണ്ട, മാരേജ് വേണ്ട, അതൊന്നും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പാടില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് ഇപ്പൊ അതുവഴി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാളെയും ഒന്നിലും പിടിച്ചു കെട്ടി വെക്കാൻ പാടില്ല എന്നാണ് മൈത്രേയൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതിനോടൊന്നും എല്ലാവരും എതിർത്ത് ജീവിക്കണം എന്നല്ല അവിടെ പറയുന്നത്. അത് കറക്റ്റായിട്ട് കേൾക്കാത്തത് കൊണ്ടും കൂടെ നമുക്കുണ്ടാവുന്ന ഒരു വിഷയമാണ്. പിന്നെ അച്ഛൻ ഒരുപാട് വായിക്കുന്ന, നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ഛനാണ്. ശരിക്കും എനിക്ക് ഏറ്റവും നല്ലൊരു അച്ഛനും അമ്മയുമാണ്. അപ്പം അവര് ഞങ്ങളെ ഭയങ്കര നന്നായിട്ടാണ് ഗൈഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്റെ മോളത് കാണണ്ടെന്നൊന്നും വിചാരിക്കുന്ന അതെനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. എല്ലാരും എന്റെ അച്ഛനോട്, പെൺകുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ വന്ന് സംസാരിക്കും, മീനാക്ഷിയുടെ അച്ഛനല്ലേ അനൂപേട്ടനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്,
എന്ന് പറഞ്ഞിട്ട് വന്ന് സംസാരിക്കാറുണ്ട്. അപ്പം അച്ഛൻ നല്ലൊരു ആം, എനിക്ക് നല്ലൊരു അച്ഛനായതുകൊണ്ടാണല്ലോ അങ്ങനെ. എന്റെ അതെ. ഫ്രണ്ട്സ് ആയാലും പെൺകുട്ടികൾക്ക് അങ്ങനെ വന്ന് അത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാനും എന്റെ അച്ഛനെയും അമ്മയും അവരുടെ സ്വന്തം പോലെ തോന്നുന്നതും എനിക്ക് വലിയൊരു കാര്യമാണ്. അതെ. അതുപോലെ നീലാംബരി എന്നൊരു വേറൊരു പേജും കൂടെ ഉണ്ടല്ലേ? യാ. അത് തോട്ട്സ് ഇങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നീലാംബരി ആക്ച്വലി ഞാൻ ഈ അടുത്ത് തുടങ്ങിയതാണ്. അപ്പം പല ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ മിക്ക ആൾക്കാരും വിചാരിച്ചിരുന്നത് ഞാൻ എന്തോ ഒരു ബിസിനസ് സംരംഭം തുടങ്ങിയെന്നാണ്. ഞാൻ സത്യം പറഞ്ഞ ആദ്യം അങ്ങനെ പക്ഷെ വിചാരിച്ചത്. അങ്ങനെയൊന്നുമില്ല. അത് ചുമ്മാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഓഡിയൻസും വ്യത്യസ്തമാണല്ലോ. അപ്പം അതെ. ഇപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാമിലെ കാര്യങ്ങളും FBയിലെ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റാ. രണ്ടും രണ്ട് കൈൻഡ് ഓഫ് ഓഡിയൻസ് ആണ്. അപ്പം എന്റെ മാനേജ് ഇൻസ്റ്റഗ്രാം ചെയ്യുന്നത് മിനുട്ടി തന്നെയല്ലേ? അതെ. അപ്പം എന്നുവെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് നോക്കി നടത്തുന്നതല്ല. എല്ലാത്തിനും അച്ഛന്റെയും പിന്നെ ഒരു മീഡിയ ടീമിന്റെയും ഒക്കെ ബാക്കപ്പ് ഉണ്ട്. ഇപ്പൊ ഇത്രയും ഓക്കെ. ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ഒരു അബദ്ധം മൊത്തം സൊസൈറ്റിയെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓക്കെ. കൃത്യമായിട്ടുള്ളൊരു ലീഗൽ മീഡിയ ബാക്കപ്പ് നമുക്കുണ്ട്. പക്ഷേ ഞാനെന്ന് പറയുന്ന ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. ആം, എന്തായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്? നീലാംബരി. നീലാംബരി ഒരു ബിസിനസ് സംരംഭമാണെന്നാണ് പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഓ. അങ്ങനെയല്ല. അത് ഞാൻ വായിച്ചും അല്ലാണ്ടും ഒക്കെ കിട്ടുന്ന എന്റെ തന്നെ കുറച്ച് തോട്ട്സ് അല്ലെങ്കിൽ ഞാൻ മറന്നുപോകും. ഇത് നമ്മൾ എവിടെയെങ്കിലും എഴുതി ഇടുകയാണെങ്കിൽ സൗകര്യം ഉണ്ടല്ലോ. അതെ. അതിനുവേണ്ടി ചുമ്മാ തുടങ്ങിയതാണ്. അതല്ലാതെ ഒരു ഭയങ്കര പബ്ലിക് ആയിട്ടുള്ള അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പ്ലാറ്റ്ഫോം ഒന്നും അല്ല. ഓക്കെ. നമ്മുടെ ഒരു ഡയറി പോലെ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കുറിച്ച് വെക്കുന്നത് പോലെ. ഡയറി പോലെ അത്രയും പേഴ്സണൽ അല്ല അതെ. നീലാംബരി. നമ്മുടെ ചുമ്മാ തോട്ട്സ് നമ്മുടെ ഒരു ആണ് ഷെയർ ഔട്ട്ലുക്കും ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വെറുതെ എഴുതാൻ വേണ്ടി. ഞാനങ്ങനെ ഒത്തിരി എഴുതി ശീലമുള്ള ആളല്ല. അപ്പൊ വെറുതെ എഴുതുന്നത് നല്ലതാണല്ലോ. അപ്പൊ അതിനു വേണ്ടി ചുമ്മാ ഒരു തുടക്കം പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടതാണ്. ഓക്കെ. നമ്മൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത് മലപ്പുറത്തുള്ള ഒരു 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 പെൺകൊച്ചിന്റെ കഥയാണ് സിനിമയിൽ വരുന്നത്. ആ. അപ്പൊ അവിടുത്തെ ഒരു സ്ലാങ് പിടിച്ച് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതെങ്ങനായിരുന്നു? മലപ്പുറം ഒരുപാട് നമ്മൾ അങ്ങനെ പോയിട്ടില്ല. കാരണം ഇപ്പൊ ചിലപ്പം നമ്മൾ ഒത്തിരി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തുള്ള ആൾക്കാർക്ക് തോന്നിയാലോ, ഈ ഞങ്ങൾ ഇങ്ങനെയൊന്നും മിണ്ടാറില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ടോൺ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയില്ല ഇപ്പോഴും അത്. ഇപ്പം മലയാളി അല്ലാത്ത ആരെങ്കിലും മലയാളം പറയുന്ന കേട്ടാൽ നമുക്ക് തോന്നൂലേ, ഇത് മലയാളി അല്ലല്ലോ എന്ന് ആ, തോന്നൂലേ. അതെ, അതുപോലെ അതെ. ഓരോ സ്ലാങ്ങിനും വ്യത്യാസമുണ്ട്. അപ്പം ശരിയാ. അതൊത്തിരി എനിക്കറിയില്ല. അതങ്ങനെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം ശരിയാവും എന്നറിയാത്തത് കൊണ്ട്. പിന്നെ എനിക്ക് കോഴിക്കോട് സൈഡിലോട്ടും മലപ്പുറത്തോട്ടൊക്കെ ഒത്തിരി കൂട്ടുകാരുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് മിണ്ടി മിണ്ടി അവരോട് ഞാൻ 2 മണിക്കൂർ മിണ്ടിക്കഴിഞ്ഞാൽ എന്റെ അച്ഛനമ്മ പറയും, "നീ എന്താ ഇങ്ങനെ മിണ്ടുന്നേ?" എന്ന് ചോദിക്കും. അതായത് പെട്ടെന്ന് കുറെ കിട്ടും. നേരം മിണ്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ വരും പിന്നെ. ഓ. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു ഹെൽപ്പ് ഉണ്ട്. എന്നുവെച്ചാൽ അവരോട് സംസാരിച്ചുള്ള പരിചയമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ ടോൺ പോലെയുണ്ട്. അപ്പൊ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല പെട്ടെന്ന്. ഇല്ലില്ല, അങ്ങനെ ബുദ്ധിമുട്ടിയുള്ള പരിപാടികളൊന്നും സ്ലാങ്ങിന്റെ ഭാഗത്തുനിന്ന് ഇല്ലായിരുന്നു. ഓക്കെ. നമ്മള് ഈ സിനിമ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ദ്രൻ ചേട്ടൻ കുറെ എതിർത്ത് പറയുന്നുണ്ട്. എതിർത്ത് പറയാ ഇൻ ദ സെൻസ് എന്നാ പിന്നെ എന്തിനാ ഓടിപ്പോയി ചോദിച്ചേ? അങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറെ ആ. കുറെ സീക്വൻസ് ഇല്ലേ? അപ്പൊ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് എങ്ങനായിരുന്നു? അത് സാധാരണ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവാറുണ്ട്. നമ്മുടെ അച്ഛനാണെങ്കിലും എന്തിനാ പാതി ഓടിപ്പോയി ചോദിച്ചേ? ഞാൻ വരൂല്ലായിരുന്നു. അങ്ങനത്തെ അത് കണക്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. അത് അങ്ങനെ കണക്ട് ചെയ്തിട്ടില്ല. കാരണം ഈ സിനിമ പ്രൈവറ്റ് കംപ്ലീറ്റ്ലി ഇതിന് ഡയറക്ടർ കം റൈറ്റർ ദീപക്കേട്ടൻ ഇതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉള്ള ഒരാളാ. അപ്പം എനിക്ക് ഇന്നത് മതി. അതിൽ കൂടുതലോ കുറവോ ഒന്നും ചെയ്യാൻ ദീപക്കേട്ടൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമ്മള് ഓക്കെ. അങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ കറക്റ്റ് അത് തന്നെ ചെയ്ത് കാണിക്കണം. നമുക്കറിയില്ല ഇതെന്താ വേണ്ടതെന്നും അറിയില്ല. പക്ഷെ അത് തന്നെ വേണം താനും. അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അതിലേതോ ഒരു ടേക്ക് ആണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് ഏതാന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞിട്ട് ഒത്തിരി പേരിങ്ങനെ അതിലിങ്ങനെ പല സീൻസും എടുത്തു പറയുന്ന അതുണ്ട്. അപ്പം ഓക്കെ. ഞാൻ ചെയ്തത് ഇതില് പ്രൈവറ്റിന്റെ ഭാഗത്തുനിന്ന് ഞാൻ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിപ്പോ റിലേറ്റ് ചെയ്ത് തോന്നുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അത് കംപ്ലീറ്റ്ലി ദീപക്കേട്ടന്റെ കഴിവാണ്. അതൊന്നും നമ്മുടേന്ന് പറയാനായിട്ടൊരു കോൺട്രിബ്യൂഷൻ അല്ല അത്. അത് കംപ്ലീറ്റ്ലി ചേട്ടൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുത്ത സാധനങ്ങളാണ്. ആ ഡയലോഗ്സ് വരെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ തന്നെ പറഞ്ഞതാണോ? അപ്പൊ അറിയാതെ പറഞ്ഞു പോയതാണോ ആ, അങ്ങനെ? ആ. പക്ഷെ അല്ല. അത് കംപ്ലീറ്റ്ലി അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് സ്ക്രിപ്റ്റിൽ ആദ്യമേ എഴുതി വെച്ചിട്ടുള്ള ഡയലോഗ്സ് തന്നെയല്ല. ഓക്കെ. ആ സ്ക്രിപ്റ്റ് നമ്മൾ അതുപോലെ തന്നെ പറയണമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ. എങ്ങനെ അല്ല സ്ലാങ് ഒന്നും അങ്ങനെ ആയിരുന്നില്ല. ഓ. അല്ലാതെ ഡയലോഗ്സും കാര്യങ്ങളെല്ലാം വളരെ പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. ഓക്കെ. ഓക്കെ. അത് നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അവിടെ വന്ന സമയത്ത്. അപ്പൊ പുള്ളിക്കാരന്റെ കയ്യിൽ ഇത് കിട്ടിയ സമയത്ത് ക്ലൈമാക്സ് ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. എന്നിട്ടും എനിക്കിത് ചെയ്യണമെന്ന് തോന്നി. ഇവിടെ വന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു ഇല്ല ക്ലൈമാക്സ്. ഇല്ലില്ല. ക്ലൈമാക്സ് ഷൂട്ട് നടക്കുന്ന സമയത്താണ് അത് എഴുതി ഓ. കംപ്ലീറ്റ് ചെയ്തത്. ആ. ആ. ഓക്കെ. അത് ഇല്ലാതെ തന്നെ നമുക്ക് ഈ സിനിമ ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ അത് സ്ക്രിപ്റ്റിനെ കഴിഞ്ഞ് ഉപരി ഉണ്ടല്ലോ. ഇത് ദീപക്കേട്ടൻ ഇത് പറയുന്ന കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് ഇത് നന്നായിട്ട് എടുക്കാൻ പറ്റുമെന്ന് നമുക്കൊരു തോന്നലുണ്ടല്ലോ. ഇതിന്റെ ക്രൂ അത്രയും നല്ലതായിരുന്നു. ഓക്കെ. ഇതിന്റെ ക്യാമറ ആണെങ്കിലും ഫൈസലൊക്കെയാ ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ഭയങ്കര നമുക്ക് എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ള ഫ്രെയിം വെക്കുന്ന ഒരാള്. മ്യൂസിക് അശ്വിൻ ചേട്ടൻ.
എടുത്തു പറയുന്ന ഒരു കാര്യം. സിനിമ കണ്ടിറങ്ങുമ്പോൾ എല്ലാവരും ആദ്യം പറയുന്നത് മ്യൂസിക്കിനെ പറ്റിയാണ്. അപ്പൊ ആ മ്യൂസിക്കിന്റെ ക്രൂ, എഡിറ്റ് ചെയ്തിരിക്കുന്ന ചേട്ടൻ, എല്ലാം എല്ലാ സൈഡും നോക്കി. ദീപകേട്ടന്റെ ആദ്യത്തെ മൂവി ആണെങ്കിലും ഇവിടെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കുറെ നാൾ മുന്നേ അവർ കഥ പറയാൻ വരുമ്പോൾ എനിക്ക് ഇതിലിടുന്ന ഡ്രസ്സിന്റെ കളർ വരെ അവരുടെ അടുത്തുണ്ടായിരുന്നു. അത്രയും പ്രോപ്പർ ആയിട്ട് അവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയുണ്ടായിരുന്നു. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ അറിയാലോ, ചുമ്മാ വന്ന് പറഞ്ഞു പോകുന്നതും അല്ലാതെ അല്ലാതെ അവർക്ക് ഇത് പറയുന്നത്. പറ്റും എന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിപ്പോ ഓക്കെ. അങ്കിളിനായാലും എനിക്കായാലും. ഒന്നാമത് ഈ 2 ക്യാരക്ടറിൽ നിൽക്കുന്ന ഒരു കഥയാണ് പ്രൈവറ്റ്. ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഈ 2 കഥാപാത്രങ്ങളാണ് മെയിൻ. നമ്മളും കൂടെ സഞ്ചരിക്കുക എന്നുള്ളതേ ഉള്ളൂ അതെ. കണ്ടുകൊണ്ടിരിക്കുമ്പം. അപ്പോ ഞങ്ങൾക്ക് 2 പേർക്കായാലും ഈ സ്ക്രിപ്റ്റിനെ കഴിഞ്ഞ് ഉപരി ഇത് ചെയ്ത് ഫലിപ്പിക്കാം, അല്ലെങ്കിൽ ഇത് എടുത്ത് വരുമ്പോ നന്നായിരിക്കും ഉം. എന്നൊരു തോന്നലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അതിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. ഉം. എന്നാൽ കുറെ ഹ്യൂമറും വരുന്നുണ്ട്. ഉം. അത് കറക്റ്റ് ആയിട്ടുള്ള മീറ്ററിൽ പിടിക്കുകയും വേണം. ഉം. അപ്പൊ ഈ ഡയറക്ടർ ഇത് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്ത് തന്നത്? അയ്യോ! അതിനെപ്പറ്റി എനിക്ക് ഇപ്പോഴും ഒരു ധാരണയില്ല. എന്ന് വെച്ചാ പ്രൈവറ്റിന്റെ സെറ്റ് ഞാൻ മറക്കില്ല. കാരണം എനിക്കിത് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ഞാൻ എന്നുവെച്ചാ നമ്മള് 2 പേരും, ഞാനായാലും അങ്കിളായാലും, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഇത്രയും ടേക്ക് ഒക്കെ പോയി അഭിനയിക്കുന്നത്. എന്ന് വെച്ചാ നമ്മളിത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് പറയും, ഇന്നതാണ് ഈ സ്ക്രിപ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ സാധനം ദീപകേട്ടനും പറയും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞങ്ങൾ രാവിലെ തുടങ്ങും. ഒരു ഉച്ച വരെ അത് തന്നെ പോവും. പിന്നെ സെയിം സീൻ. സെയിം സാധനം തന്നെ. അപ്പൊ നമ്മളിത് കൊറേ സാധനങ്ങൾ മാറ്റി മാറ്റി ചെയ്തോണ്ടിരുന്നു. അതിലേതോ ഒരെണ്ണാണ് വന്നിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഏതാണെന്ന് അറിയാം. ഏതാണെന്ന് അറിയില്ല. അപ്പൊ ഇതിന് ഡബ്ബിങ്ങിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയായിരുന്നു. ഓ, ഓക്കെ. അപ്പൊ ഇത് എങ്ങനെ കൺവേ ചെയ്ത് നമ്മളിത് എങ്ങനെ ചെയ്തു എന്ന് എനിക്ക് ഇപ്പോഴും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പക്ഷെ വളരെ കൃത്യമായിട്ട് ഉം, അതെടുക്കാനായിട്ട് ദീപകേട്ടൻ ഉദ്ദേശിച്ച പോലെ വന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതായത് എന്ത് വേണമെന്ന് വിചാരിച്ചോ അത് തന്നെ ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് അവരെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഏറ്റവും ഏറ്റവും വളരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ആരാ? അച്ഛൻ തന്നെയാണ്. എന്നെയോ? ആ, ഇല്ല, ഒരു എന്നെ സിനിമ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ അങ്ങനെ ഒരു ക്രിട്ടിസൈസ് ഇല്ല, അങ്ങനെ ഇല്ല. ഇല്ല. അങ്ങനത്തെ ക്രിട്ടിസൈസേഷൻ ഒന്നും ഇവിടെ ഇല്ല. ഇല്ല. ഓ, ഓക്കെ. ഞാൻ തന്നെയാ അങ്ങനെ ചെയ്യാ. ഇപ്പം എനിക്ക് എത്ര കണ്ടാലും തൃപ്തി വരാത്തത്. അത് ചിലപ്പോ നമുക്കൊരു പ്രശ്നമില്ല. ഈ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ, എത്ര നോക്കിയാല് അങ്ങനെ നിക്കായിരുന്നു, ഇങ്ങനെ നിക്കായിരുന്നു, അങ്ങനെ തോന്നില്ല നമുക്ക്. അങ്ങനെ കൊള്ളൂല, പോസ്റ്റ് ചെയ്യണ്ട. കൊള്ളൂല. ആ. ആ കൈ അങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, അങ്ങനെയൊക്കെ. അതെനിക്ക് സിനിമ കാണുമ്പം എന്റെ മുഖം കാണുമ്പോ ഈ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഇതെന്താ ഇങ്ങനെ നിക്കുന്നെ? അങ്ങനെ മാറ്റി ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഭയങ്കര പ്രശ്നം എനിക്കാ. വേറെ ആർക്കും അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഇല്ല. പറയാറില്ല. ഓക്കെ. അപ്പൊ നമ്മുടെ സിനിമയുടെ പേര് പ്രൈവറ്റ് എന്നാണല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് പ്രൈവറ്റ് ചോദ്യങ്ങളിലേക്ക് പോകാം. അത്ര ആയിക്കോട്ടെ. പ്രൈവറ്റ് അല്ല കേട്ടോ. എന്നാലും എങ്ങനെയായാലും കുഴപ്പം. ഓക്കെ. ഇപ്പൊ മീനാക്ഷി ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേഴ്സൺ, അങ്ങനെ എനിക്ക് തോന്നുന്നു. ഭയങ്കര കൂൾ ആയിട്ടുള്ള ഒരാളാണ്. ആണ്. ആ, അതെ. പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവുന്ന, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സംഭവം എന്തായിരിക്കും? ഈ ഇരിക്കുന്ന ആ ഒരു ആ. കൂൾ ആവുന്ന സംഭവം ബ്രേക്ക് ചെയ്തത്. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല. എന്നുവെച്ചാൽ ദേഷ്യം വരാറില്ല എന്നല്ല, ദേഷ്യമൊക്കെ വരും. പക്ഷെ എനിക്കത് വളരെ അടുത്ത സർക്കിളിലേ ഉള്ളൂ. അവരാരെങ്കിലും എനിക്ക് ആഹ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ എങ്ങനെയാ അത് പറഞ്ഞു തരണേന്ന് എനിക്ക്, എല്ലാ മനുഷ്യരെയും പോലെയൊക്കെ തന്നെ. ഉം. നമുക്ക് ചുമ്മാ വഴിയിൽ കൂടെ പോകുന്ന ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ദേഷ്യം വരില്ലല്ലോ. അപ്പൊ നമ്മൾ പറയില്ലേ, എനിക്ക് ഈ ഒരു കാര്യം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്, പെട്ടെന്ന് ദേഷ്യം വരും എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സംഭവം? അങ്ങനെ ചുമ്മാ തൊട്ടേനും പിടിച്ചതിനൊന്നും ദേഷ്യപ്പെടുന്ന ഒരാളല്ല. ആളൊന്നല്ല. പക്ഷെ എനിക്ക് എന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരെന്തെങ്കിലും ആം, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിനെ കഴിഞ്ഞ് മാറി ചെയ്താൽ എനിക്ക് ദേഷ്യം വരാം. അത് ആക്ച്വലി ഒരു മോശം സ്വഭാവമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ ആരും പെരുമാറേണ്ടത്. അതെ, പക്ഷെ എനിക്കൊരിതുകൊണ്ട്, ഞാൻ വിചാരിക്കുന്ന പോലെ അവർ എന്നോട് നിൽക്കാവുള്ളൂ എന്ന്. അപ്പൊ അത് മാറിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യവും വിഷമവും ഒക്കെ ഒരുമിച്ചാ വരിക. പക്ഷെ അതപ്പൊ തന്നെ തീർന്നു പോകും. അങ്ങനെ കുറെ നീണ്ടു നിൽക്കുന്ന ദേഷ്യമൊന്നും വരാറില്ല. ഉം. ദേഷ്യം വരും, ഭയങ്കരമായിട്ട് പെട്ടെന്ന് ദേഷ്യം വരും, അത് ദേഷ്യപ്പെടും, അത് കുറച്ച് അപ്പൊ തന്നെ തീരും. ഓ. അങ്ങനെ ദേഷ്യം മനസ്സിൽ വെച്ചോണ്ടിരിക്കാനൊന്നും ഉള്ളതില്ല. കൊണ്ടുപോകാനുള്ള. സന്തോഷം വന്നാലും പുറത്ത് കാണിക്കും, ദേഷ്യം വന്നാലും സങ്കടം വന്നാലും ഒക്കെ ഞാൻ പുറത്തോട്ട് വരും. അകത്തൊന്നും അപ്പൊ ഇരിക്കത്തില്ല. എക്സ്ട്രോവേർട്ട് ആണോ? എക്സ്ട്രോവേർട്ടാ, ഭയങ്കര എക്സ്ട്രോവേർട്ടാ. Extrovert ആണ്. എനിക്ക് ഭയങ്കര ആൾക്കാരുടെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാ ഞാൻ. ഓ, ആ. ഓ. ഇനി ഏറ്റവും വീക്ക്നെസ് എന്ന് വിചാരിക്കുന്നത്, എന്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഇതാണ് എന്ന് വിചാരിക്കുന്നത് എന്താ? എന്തെനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നോ, വീക്ക്നെസ്. നമ്മൾ അതിൽ വീക്കാണെന്നോ, അങ്ങനെ അപ്പൊ എന്റെ ഒരു വീക്ക്നെസ് ആസ് എ വിമൻ, എന്റെ ഒരു വീക്ക്നെസ്, അല്ലെങ്കിൽ ആസ് എ ഗേൾ, മോളുടെ ഒരു വീക്ക്നെസ് എന്ന് വിചാരിക്കുന്നത് എന്താ? വീക്ക്, ആ പോയിന്റിൽ നമ്മൾ വീക്കാണ്, അതാണ് അതെ, ഉദ്ദേശിച്ചത്. അയ്യോ, എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത്, എന്തെങ്കിലും നമ്മൾ അതിൽ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി നന്നാക്കണം എന്ന് നമുക്കൊരു ഇതുണ്ടാവില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും വയ്യായിക വന്നാൽ ഞാൻ ഭയങ്കര, എനിക്കൊരു കുഞ്ഞു തലവേദന ആയിരിക്കും ചിലപ്പോൾ, പക്ഷെ എനിക്കത് ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. എന്ന് വെച്ചാൽ എനിക്ക് കംപ്ലീറ്റ്ലി അത് നന്നാക്കാൻ പറ്റും. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കൊരു കുഞ്ഞു ബുദ്ധിമുട്ട് വന്നാൽ അത് ബുദ്ധിമുട്ട് വന്നിട്ടും ഇരുന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് കൊതിയാവും, അയ്യോ എനിക്കും അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ എന്ന് തോന്നും. പക്ഷെ എനിക്ക് ഇപ്പൊ എനിക്ക് ഭയങ്കര വയറുവേദനയൊക്കെ എടുക്കുന്ന ആളാ. എല്ലാ മാസവും പീരിയഡ്സ്. പീരിയഡ്സ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര വയറുവേദന ഉണ്ടാക്കും. അപ്പൊ ഞാൻ എന്തെങ്കിലും ഷൂട്ടിൽ നിൽക്കുവാണെങ്കിൽ എനിക്കിത്
നേരെ ആക്കാൻ പറ്റില്ല. എനിക്കിത് കറക്റ്റ് ആക്കാം. അപ്പൊ എനിക്ക് തന്നെ വിഷമം വരും. ഓ എനിക്ക് ഇതാണല്ലോ, എനിക്കിത് ശരിയാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സംഭവം വരും. അവിടെ ഞാൻ ഭയങ്കര വീക്കാ. എനിക്ക് കുഞ്ഞു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഞങ്ങടെ ഇവിടെ ഒറ്റ പെങ്കൊച്ചാണ് ഞാൻ. ആ എനിക്ക് 2 2 അനിയന്മാരാ. അനിയന്മാരാ. കൊച്ചച്ഛനും ഒക്കെ മോനാ. അപ്പൊ ഞാൻ ഒറ്റ പെങ്കൊച്ചായോണ്ട് ഇവരെന്നെ ഭയങ്കര കൊഞ്ചിച്ചാ നോക്കുന്നെ. അപ്പൊ എന്നെ കൊതുക് കുത്തിയാലും ഇവിടെ എല്ലാവർക്കും ഭയങ്കര വിഷമാ. ആഹാ. അപ്പൊ ഞാൻ അത് കണ്ട് എന്റെ വിചാരം എനിക്കെന്തെങ്കിലും കുഞ്ഞ് തന്നാലും എനിക്കെന്തോ വലിയ കാര്യം സംഭവിച്ചൂന്ന്. അപ്പൊ എനിക്കത് സഹിക്കാനുള്ളൊരു ആ. കട്ടിയില്ല. മനക്കട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഞാൻ ഭയങ്കര ആ സമയത്ത് ഭയങ്കര വീക്കായി പോവും. അമ്മയെ കാണണം, അച്ഛൻ അടുത്ത് വേണം, അങ്ങനെയൊക്കെ തോന്നും. ഒരു പനി വന്നാലും നമുക്ക് പാരന്റ്സ് കൂടെ വേണം എന്നുള്ള പേരൻസ് കൂടെ വേണമെന്ന് മാത്രല്ല, ഞാനങ്ങ് കിടന്നു പോവും. എന്നെക്കൊണ്ട് എന്നുവെച്ചാ അത് ആരോഗ്യം വീക്കാണ്, ഞാൻ മടുത്ത് കിടന്നു പോകുന്നതല്ല. വിഷമിക്കും മെന്റലി ഭയങ്കരായിട്ട്. ആണ് ഭയങ്കര പ്രശ്നം. വിഷമം വരും. ഓക്കെ. നെക്സ്റ്റ് ഇപ്പൊ നമുക്ക് മറക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവം പക്ഷെ എന്നാലും നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് ഓർത്തോണ്ടിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. 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 മറക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒന്നുമില്ല. ആ. എനിക്കെല്ലാം ഇഷ്ടമുള്ള കാര്യം തന്നെയാ. ഓക്കെ. മറന്നു പോവാറുണ്ട് ചില ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ. ഓ അത് മറവി കുറച്ച് കൂടുതലാണ്. ഞാൻ ഇഷ്ടമുള്ള ആൾക്കാരുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ ചിലപ്പോ മറന്നു പോകും. എന്നാ എന്റെ ബർത്ത്ഡേ മറക്കാൻ ഞാൻ സമ്മതിക്കത്തൂല ഓ ആരെയും കൊണ്ട്. വിഷയാണൊക്കെ മറന്നു പോകും. വിഷയമൊന്നും മറക്കത്തില്ല. ആ. പക്ഷെ ഞാൻ ഈ 12 മണിക്കൊക്കെ വിഷയം മറക്കും. നമ്മൾ നല്ല ഉറക്കായിരിക്കും രാവിലെ. അല്ല, എനിക്ക് ഇവരുടെ ബർത്ത്ഡേ ഇന്നാണെന്ന് ഞാനങ്ങ് വിട്ടുപോകും. പിന്നെ ഓക്കെ. എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ പറയുമ്പോഴായിരിക്കും അയ്യോ ഇന്നായിരുന്നോ എന്ന് ഓർക്കുന്നേ. അല്ലെങ്കിൽ ഇൻസ്റ്റ എടുത്ത് നോക്കുമ്പോ എന്നുവെച്ചാ ഇവരുടെയൊക്കെ അല്ല, അവരെന്നെ ഇങ്ങോട്ട് വിളിക്കും. എന്താ വിളിക്കാത്തതെന്ന് വിഷു ചോദിച്ചിട്ട്. എന്നുവെച്ചാ അപ്പം എന്റെ ബർത്ത്ഡേ വരുമ്പോ ഇവരൊക്കെ എന്നെ 12 മണിക്ക് വിളിച്ചോണം, എന്റെ കൃത്യമായിട്ട് വിഷയം ചെയ്യണം, എനിക്ക് സർപ്രൈസ് തന്നോണം എന്നൊക്കെ നിർബന്ധമുണ്ട് എനിക്ക്. പക്ഷെ തിരിച്ച് അവരുടെ വരുമ്പോ ഞാൻ മറക്കും. തിരിച്ച് ഞാൻ മറന്നു പോകും. മറക്കും. ഓക്കെ. ബിഗ് ബോസിൽ പോവാൻ താല്പര്യമുണ്ട്. ഇല്ല. ഓക്കെ. ആ പ്രോഗ്രാമിനോട് ഇഷ്ടമാണ് പക്ഷെ പേഴ്സണലി അങ്ങനെ ബിഗ് ബോസ് അങ്ങനെ ഇവിടെ കാണുന്ന ആൾക്കാർ കുറവായി. ഇവിടെ വീട്ടിൽ അങ്ങനെ കാണലില്ല. അതുകൊണ്ട് നമുക്ക് പ്ലാറ്റ്ഫോം ഇങ്ങനെ പരിചയമില്ല. അത് പിന്നെ ഓക്കെ. ആ അതുകൊണ്ട് അങ്ങനെ താല്പര്യമില്ല. അല്ലെങ്കിൽ ഇത് ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു പോസിറ്റീവ് ഇമേജ് ആണ് കുറെ പേർക്ക് തിരിച്ചിറങ്ങുമ്പോൾ അത് നെഗറ്റീവ് ആവും. അങ്ങനെയൊന്നുമില്ല. എന്ന് വെച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ് എപ്പോ വേണേ സംഭവിക്കാന്നുള്ളതാണ്. നമ്മളായിട്ട് തന്നെ നിൽക്കുന്നു. അപ്പം എന്തെങ്കിലും നമ്മളോട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആൾക്കാർ പറയാം. അതിൽ തെറ്റൊന്നുമില്ല. അപ്പം അങ്ങനെ ഇപ്പൊ ഞാൻ എവിടെ നിന്നാലും ഉണ്ടാവും. ഞാനിപ്പോ ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു, ഇതിൽ ഞാൻ പറയുന്ന പോയിന്റ് എന്തെങ്കിലും ബാക്കി ആൾക്കാരെ അലസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് തന്നെയാ. അതിനിപ്പം ബിഗ് ബോസിൽ പോയതുകൊണ്ട് നെഗറ്റീവ് ഉണ്ടാവണം എന്നൊന്നുമില്ല. അതുകൊണ്ടൊന്നുമല്ല, പോവാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാ. ഓക്കെ. ഇപ്പൊ ബോഡി സ്വാപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണ് ഇഷ്ടമുള്ള ഒരു സെലിബ്രിറ്റി ആയിട്ട്, അത് ആര് വേണമെങ്കിലും ആവാം. സെലിബ്രിറ്റി ആയിട്ടോ? അയ്യോ, നല്ലൊരു ചാൻസ് ആയിരുന്നല്ലോ. ആരെടുക്കുന്നു? ബോളിവുഡ്, ഹോളിവുഡ്, അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം. കാർട്ടൂൺ ഒക്കെ പറയാവോ? കാർട്ടൂൺ. പക്ഷെ കാർട്ടൂണിൽ ഞാൻ കുറച്ച് വീക്ക് ആവുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ല, ആളുകൾക്ക് മനസ്സിലാവുമായിരിക്കും. മനസ്സിലായി. ഞാൻ മായക്കണ്ണനാവും. മായക്കണ്ണൻ എനിക്കറിയാം. അറിയോ? ഞാൻ മായക്കണ്ണനാവും. എന്റെ ഫേവറേറ്റ് മായക്കണ്ണൻ. ഞാൻ 20 വയസ്സായിട്ട് മായക്കണ്ണനാണ്. എനിക്ക് മായക്കണ്ണൻ കുറച്ചും കൂടി 90s ഞങ്ങളുടെയൊക്കെ കുഞ്ഞിൽ. അല്ലല്ല, ഞാൻ കൊച്ചു ടിവിയിലെ അതാണോ ചേച്ചി പറയുന്നത്? അല്ല, ഞാൻ അതെന്താന്ന് വെച്ചാൽ എനിക്ക് 2 അനിയന്മാർ. കൊച്ചു ടി വി ഇല്ലായിരുന്നു. ഉണ്ടോ? എനിക്കറിയത്തില്ല. ഞാൻ എന്റെ സമയത്ത് മായക്കണ്ണനാ പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് കാർട്ടൂൺ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിയുമ്പോൾ എനിക്ക് 2 അനിയന്മാരാ. ഞാൻ സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ ഇവന്മാര് വീണ്ടും ടിവിയിൽ ഇതേ വെപ്പിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു അനിയൻ വന്നു. അവൻ സിനിമ കാണാനായപ്പോ അപ്പം ഏറ്റവും ഇളയ ആള് വന്നപ്പോ അവനിപ്പോ അതേ കാണുന്നുള്ളൂ. അപ്പൊ നിർബന്ധിതമായിട്ട് ഞാൻ വർഷങ്ങൾ കഴിയുന്തോറും നമ്മൾ അപ്ഡേറ്റഡ് ആയി. പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മായക്കണ്ണനായിട്ട് മാറും. ബാക്കി എല്ലാവരുമായിട്ട് മാറാൻ നമുക്കിപ്പോ വിചാരിച്ചാൽ പറ്റുമല്ലോ. അതുപോലെ അവരുടെ ഒരു ഡെഡിക്കേഷൻ കൊണ്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ തോന്നുന്നത്. അപ്പൊ നമ്മളും ഡെഡിക്കേറ്റഡ് ആയിരുന്ന പറ്റുമല്ലോ. പക്ഷെ മായക്കണ്ണൻ അവൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് എനിക്ക് മായക്കണ്ണനായാൽ മതി. ഞാൻ ഈ ആൻസർ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഓർത്തു ബോളിവുഡിലുള്ള ഏതെങ്കിലും സെലിബ്രിറ്റി. എനിക്ക് അങ്ങനെ ആരും ആവണമെന്നില്ല. എന്നെ തന്നെ എനിക്കിഷ്ടം. ഓക്കെ. ഈ സ്ട്രെസ് ഒക്കെ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? സ്ട്രെസ് മാനേജ്മെന്റ് എങ്ങനെയാ? എനിക്കങ്ങനെ വലിയ സ്ട്രെസ് ഒന്നുമില്ല. എനിക്കങ്ങനെ വലിയ സ്ട്രെസ് ഒന്നും ഉള്ള ആളല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അത് അപ്പൊ തന്നെ മാനേജ് ചെയ്തു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഞാൻ അത് അപ്പൊ തന്നെ മാനേജ് ചെയ്യാറുണ്ട്. അല്ലാതെ എനിക്ക് അങ്ങനെ സ്ട്രെസ് ഇല്ല. ഇല്ല, ഭയങ്കര ഫ്രീയാ. അങ്ങനെ സ്ട്രെസ് ഉണ്ടാവേണ്ട ഫാക്ടേഴ്സ് വന്നിട്ടില്ല. ചിലപ്പോൾ അതായിരിക്കും. അങ്ങനെ ഒരു തരത്തിലുള്ള സ്ട്രെസ് എന്നെ ബാധിക്കാറില്ല. ഓക്കെ. ഫിയർ, പേടി. എനിക്ക് ഏറ്റവും കൂടുതൽ പേടി. എനിക്ക് എട്ടുകാലിയെ ഭയങ്കര പേടിയാ. അത് തമാശ പേടിയല്ല, അത് ഫോബിയ. എന്ന് വെച്ചാ ഞാൻ ഡോക്ടറിനെ ഒക്കെ പോയി കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിച്ചിട്ടോ? എട്ടുകാലിയെ പേടിച്ചു വെച്ചാൽ എനിക്ക് അത് ഉള്ള ആൾക്കാർക്ക് അറിയാം. ചില ആൾക്കാർക്ക് ഈ അട്ട അങ്ങനത്തെ സാധനത്തിനോടൊക്കെ ഉണ്ട്. ആക്ടിനോഫോബിയ അങ്ങനെ എന്താ അതിന് പറയുന്നത്. അപ്പൊ നമ്മളത് ഭയങ്കര ഇതായിട്ട് കാണും. പക്ഷെ എനിക്ക് ഈ ചത്ത എട്ടുകാലി, സ്ക്രീനിൽ കാണുന്ന എട്ടുകാലി, അതിനോടൊക്കെ നമുക്ക് പേടി വരും. എന്ന് വെച്ചാൽ അതൊരു എന്തൊരു പ്രശ്ന എനിക്ക് അറിയത്തില്ല. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കത്
കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഇത് നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ലെങ്കിലും ആൾക്കാരെ ബുദ്ധിമുട്ടിക്കും ഭയങ്കരമായിട്ട്. ഇപ്പൊ നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ അരികും മൂല ചേർന്ന ഒരു സാധനം പോയി കഴിഞ്ഞാൽ അതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു ജീവിയാ. പക്ഷെ അത് അതുവഴി പോയി കഴിഞ്ഞാൽ എന്റെ ചുറ്റും നിൽക്കുന്നവർക്ക് സ്വൈര്യം ഉണ്ടാവില്ല. ഞാൻ കിടന്ന് ഒച്ച ഉണ്ടാക്കും, എന്നെ വിറയ്ക്കാൻ തുടങ്ങും. പക്ഷെ പെട്ടെന്ന് തന്നെ ആൾക്കാർ ഈ കുട്ടി എന്ത് ഇങ്ങനെ പെരുമാറുന്നതെന്ന് വിചാരിക്കും. അപ്പൊ അത് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടാണ്. അവരെ ചുമ്മാ അവരുടെ ഒരു സമയം നമ്മൾ വേസ്റ്റ് ചെയ്യും ഇതിങ്ങനെ കാണിച്ചോണ്ടേ. അപ്പൊ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. ബാക്കി എല്ലാ പേടികളും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇത് എന്നെ കൊണ്ട് നമ്മളെ കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു പേടി. അപ്പൊ സിനിമയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സീൻ വേണ്ടി വന്നാൽ പറ്റത്തില്ല. അല്ലെ വല്ല ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കേണ്ടി വരുമായിരിക്കും. അല്ലെങ്കിൽ എന്നെ കൊണ്ട് തീരെ സാധിക്കാത്ത, എന്നെ കൊണ്ട് ഒട്ടും പിടിച്ചാൽ നിൽക്കാത്ത കേസാണ്. അപ്പൊ ഇപ്പം ആർക്കും തമാശക്ക് പോലും അങ്ങനെ ഒരു സാധനം എന്നെ വിടുന്നു അങ്ങനെ ചെയ്യാറേ ഇല്ല. സാധാരണ നമ്മൾ എന്തെങ്കിലും പേടിയാന്ന് പറയുമ്പോൾ തമാശക്ക് അത് പിന്നെയും കാണിച്ചോണ്ടി. പക്ഷെ എനിക്ക് അത് പിന്നെ ഭയങ്കര വിറയ്ക്കും, തല കറങ്ങാൻ തുടങ്ങും. അങ്ങനെ വലിയ വിഷയമാണ്. ഓക്കെ, ഇനി ഒരു സൂപ്പർ പവർ കിട്ടുവാണ്, ഏത് സൂപ്പർ പവറാ വേണ്ടത്? ഒരെണ്ണം ചൂസ് ചെയ്യാം. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻസ് ഒന്നുമില്ല, ഇഷ്ടമുള്ളത് പറയാം. ഇപ്പൊ നമുക്ക് അറിയാലോ കുറേ സൂപ്പർ ഹീറോസ്. അതിൽ ഏതെങ്കിലും ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും. ഏത് വേണമെങ്കിൽ എടുക്കാം അല്ലേ? ഏത് വേണമെങ്കിലും. ചേച്ചി കുറച്ച് സൂപ്പർ പവർ പറയോ? അങ്ങനെയാണ് ഞാൻ അതെന്ന് പറഞ്ഞ സെലക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പൊ പെട്ടെന്ന് ഡിസപ്പിയർ ആവണമെങ്കിൽ ഡിസപ്പിയർ ആവാം. അല്ലെങ്കിൽ ഇപ്പൊ ഈ വേൾഡ് മൊത്തം നമ്മുടെ കൺട്രോളിൽ വരണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. വേറെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ മനസ്സ് നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ റീഡ് ചെയ്യാം. അയ്യേ, എനിക്ക് ഇതൊന്നും വേണ്ട. ഒരാളെ കൊണ്ട് ഇപ്പം ചില ആൾക്കാരുണ്ടാവില്ലേ ഭയങ്കര സീരിയസ് ആയിട്ട് എപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ അവർ നല്ല ആൾക്കാരായിരിക്കും. നമ്മൾ ആരെയും കാണുമ്പോൾ വിചാരിക്കും ഇതെന്നെ ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് വെച്ചാൽ നമ്മളോട് അല്ല, എക്സ്പ്രസീവിന്റെ അല്ല. ഇപ്പം എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ എന്നെ ഇപ്പൊ ആരെങ്കിലും വഴിയോ ഞാൻ ചുമ്മാ ഇങ്ങനെ കാണിക്കും. അപ്പൊ എല്ലാരും ഞങ്ങൾ പരിചയമുള്ള ആൾക്കാരാണെന്ന്. പക്ഷെ എനിക്കത് അറിയാതെ വരണതാ. എനിക്കറിയത്തില്ല അതെന്നെ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എല്ലാവരോടും മിണ്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ കംഫർട്ടബിൾ അല്ല. അപ്പം ഇങ്ങനെ വെറുതെ നമ്മൾ ചിരിക്കില്ല ആരെയും കാണുമ്പോൾ. എനിക്കത് ഇഷ്ടമാണ്. ആരെയും കാണുമ്പോൾ ഇങ്ങനെ മുഖം വീർപ്പിച്ച് പിടിക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല. അപ്പം അവരെ ചിരിപ്പിക്കും ഞാൻ സൂപ്പർ പവർ കിട്ടിയാൽ. അങ്ങനെ ആ ചിരിയല്ല, വെറുതെ ഒരാളെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ചിരിയില്ലേ, അങ്ങനെ. അത് അവർക്ക് സമാധാനം ഉണ്ടാവും. വെറുതെ ഇങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേഷൻ അല്ലേ അത്, ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നേ. അത് മാറ്റി ഒരു ചിരി കൊടുക്കും. എന്നാൽ ഇതിനേക്കാളും വലിയ സൂപ്പർ പവേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ട് അതൊന്നും വേണ്ട. അതൊക്കെ ആക്ച്വലി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൂപ്പർ പവറാണ്. നമ്മളിപ്പോ ഒരാളുടെ മനസ്സ് പോയി വായിക്കും. നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണെന്ന്. പോയി മനസ്സ് വായിക്കുമ്പോ അത്ര ഇഷ്ടമില്ലെങ്കിലോ തീർന്നില്ലല്ലോ. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത സൂപ്പർ പവർ എനിക്ക് വേണ്ട. അങ്ങനത്തെ ഒന്നും വേണ്ട. ഓക്കെ, നെക്സ്റ്റ്. സിനിമ നടി ആയില്ലായിരുന്നെങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കും? അയ്യോ, ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, അതാ ഞാൻ പറയാൻ വന്നത്. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ആലോചിക്കുന്നതിന് മുന്നേ ഇത് ഇങ്ങനെ സംഭവിച്ചു പോയി. എന്ന് വെച്ചാൽ ഭയങ്കര കുഞ്ഞായിരിക്കുമ്പോ നമ്മളോട് ചോദിക്കത്തില്ല എന്താവണമെന്ന് ആഗ്രഹം. അപ്പൊ ഞാൻ ഒരിക്കലും ഡ്രീം ചെയ്യാത്ത ഒരു സ്ഥാനത്താ ഇപ്പൊ നമ്മളുള്ളത്. എന്ന് വെച്ചാൽ സിനിമ വഴിയല്ല ഞാൻ പറയുന്ന, ഒരുപാട് ആൾക്കാരുടെ ഇഷ്ടം നമുക്ക് കിട്ടുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആരുടെയൊക്കെയോ പ്രിയപ്പെട്ട ആൾക്കാരാ. പുറത്തിറങ്ങുമ്പോഴാണ് ഞങ്ങളുടെ കൊച്ച് എന്നൊരു സംഭവം ഭയങ്കരമായിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അത് എനിക്കറിയാം, അതെങ്ങനെ മനസ്സിലാലും നടക്കില്ലല്ലോ. നമ്മൾ കുഞ്ഞായിരിക്കും അങ്ങനെ എങ്ങനെ ആലോചിക്കും, ഇങ്ങനെ ആഗ്രഹിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കാൻ പോലും പറ്റാത്ത ഒരു സ്പേസിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്കൊന്നുമില്ല. ഇതിന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ ഒരു ഓപ്ഷൻ ബി ഇല്ല? ഓപ്ഷൻ ബി ഞാൻ ചിലപ്പം ഡോക്ടർ വല്ലതും ആയേനെ. എനിക്ക് ഡോക്ടർമാരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അച്ഛനമ്മയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം ഡോക്ടർമാരെയാ. എനിക്ക് എന്നെ നോക്കുന്ന ഡോക്ടർമാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവര് ഭയങ്കര, നമുക്ക് എത്ര എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എത്ര കുഞ്ഞു പ്രശ്നമാണെങ്കിലും വലിയ പ്രശ്നമാണെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും. അപ്പൊ ഞാൻ ചിലപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ആയേനെ. ഇപ്പൊ നമുക്കൊരു ഡൗട്ട് വരികയാണ്, ഈ സ്ക്രിപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആരോടായിരിക്കും കൂടുതൽ ഷെയർ ചെയ്യാം? സ്ക്രിപ്റ്റ് ഒന്നും ഞാൻ ഒറ്റയ്ക്കിരുന്ന് വായിക്കണതല്ല, വായിച്ചിട്ടുമില്ല. കാരണം അതൊരു വലിയ കാര്യം, ഒരു വലിയ ഫാക്ടറാ. എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതം മൊത്തം കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മളത് വെറുതെ ഒരു വിലയില്ലാതെ വായിച്ച് കളയരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. അപ്പം ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ പ്രായം കൊണ്ടും ഒക്കെ നമുക്ക് വർക്ക് ആവുമായിരിക്കും. പക്ഷെ കേൾക്കുന്ന ആൾക്കാരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അച്ഛയും അമ്മയും ഒക്കെ കൂടി ഇരുന്ന ഡിസ്കസ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് അവർക്കും അവർ പറയുന്നത് നമുക്കും അക്സെപ്റ്റബിൾ ആണെങ്കിലേ മുന്നോട്ട് പോവാറുള്ളൂ. അത് അവരുടെ സ്ക്രിപ്റ്റ് മോശമായതുകൊണ്ടല്ല, മറിച്ച് ഇപ്പൊ നമ്മുടെ ലിമിറ്റേഷൻ വെച്ചോ അല്ലെങ്കിൽ അങ്ങനെ പല ഫാക്ടേഴ്സ് അതില് ബാധിക്കുമല്ലോ, അതുകൊണ്ടും കൂടിയാണ്. അപ്പൊ സ്ക്രിപ്റ്റ് ഒന്നും ഞാൻ ഒറ്റയ്ക്ക് കേട്ടിട്ടില്ല. അങ്ങനെ മിസ്സായി പോയ ഏതെങ്കിലും സിനിമ ഉണ്ടോ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ ഹിറ്റ് ആയി? ഇല്ലില്ല, അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, സാധാരണ ചിലപ്പോ അങ്ങനെ പറയാറുണ്ട്, ഞാൻ അപ്പൊ ആ ടൈമിൽ എനിക്ക് എക്സാം ആയിരിക്കും. അങ്ങനെയല്ല, അപ്പൊ നമുക്ക് എക്സാം ആയിരിക്കുമല്ലോ, ചിലപ്പോ എക്സാം ആയിരിക്കും, അപ്പൊ ആ സമയത്ത് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ ഞാൻ ഷോ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത്
ആ സമയത്ത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അതിന്റെ ഫിനാലെ വന്നേ. അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ അപ്പൊ ഒരു വർഷം കൂടെ 9ാം ക്ലാസ്സിലിരുന്നു. ഇന്ന സമയത്ത് പോയി അത് എഴുതിയെടുക്കണം, ഇന്ന പ്രായത്തിൽ തന്നെ എഴുതിയെടുക്കണം നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്ത് ഞാൻ ഒരു വർഷം കൂടെ ഡിലേ ആയിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തേനെ. ഇപ്പം വലിയൊരു സിനിമ വരുമ്പോൾ എനിക്ക് എക്സാം ആണെങ്കിൽ ഞാൻ ആ വർഷം തോക്കും. എന്നിട്ട് ഞാൻ സിനിമ ചെയ്തിട്ട് അടുത്ത വർഷം പോയി എഴുതിയെടുക്കാമല്ലോ. അതൊന്നും നമുക്ക് ഇന്ന പ്രായത്തിൽ തന്നെ ഒന്നും കംപ്ലീറ്റ് ചെയ്യണമെന്നില്ലല്ലോ. മാറ്റാൻ പറ്റുന്നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും. അല്ലാതെ എനിക്ക് അങ്ങനെ ഇന്ന സമയത്ത് തന്നെ ഇതെല്ലാം ചെയ്ത് തീർക്കണം എന്നില്ല. ഇല്ല. ഓക്കെ. ഇനി നമ്മൾ പ്രൈവറ്റിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ലൊക്കേഷൻ കൂടുതലും തമിഴ്നാട്ടിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു ചലഞ്ച് ഉണ്ടോ? കാലാവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു? ഭയങ്കര ചൂടായിരുന്നു. എന്ന് വെച്ചാൽ പൊള്ളാച്ചി സൈഡൊക്കെ ആയിരുന്നു. കൂടുതലും യാത്രകളായിരുന്നു അല്ലേ? അതെ. പിന്നെ അവിടെ നിന്നെടുക്കുന്ന ഷോട്ടുകളായാലും നമ്മൾ ഈ കണ്ടു തീരുന്ന പോലെ ഒറ്റ ഷോട്ടൊക്കെ ആണെങ്കിലും അത് കുറെ ദിവസങ്ങൾ കൊണ്ടായിരിക്കും എടുത്തു തീർത്തിട്ടുണ്ടാവുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതുകൊണ്ട്. അപ്പൊ അവിടെ നമുക്കിവിടെ ഇവിടെ ഉള്ള പോലത്തെ ചൂടല്ല അവിടെ. ഭയങ്കര ഇങ്ങനെ മേലൊക്കെ കൂടെ വലിയുന്നൊരു ചൂട്. എനിക്കത് പറഞ്ഞു തരാം. ഡ്രൈ ആയി പോകും അങ്ങനെയാന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല. നമുക്ക് ഭയങ്കര എപ്പോഴും ദാഹിച്ചോണ്ടിരിക്കും. അങ്ങനെ എന്നുവെച്ചാൽ അവിടെയുള്ള ആൾക്കാർക്ക് അത് കംഫർട്ടബിൾ ആണേ. പക്ഷെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറെ ദിവസം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഭക്ഷണമൊക്കെ വേറെ രീതിയല്ലേ. അപ്പൊ അതിന്റെയൊക്കെ പ്രശ്നമേ ഉള്ളായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോ മാറി. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് മാറി. ഓക്കെ. ഇപ്പൊ നമ്മള് ഒറ്റ ശ്വാസത്തിൽ ഒറ്റ സ്ട്രെച്ചിൽ പറയുന്ന കുറെ ഡയലോഗ്സ് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും വന്നായിരുന്നു ഇതിനകത്ത്? അത് പ്രൈവറ്റിലും അങ്ങനത്തെ കുറെ ഡയലോഗ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും കാണാതെ പഠിച്ച് പറയുന്നതല്ല. അത് സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ തന്നെ സംസാരിച്ചിട്ടുള്ളതാ. അല്ലാതെ കാണാതെ പഠിച്ച എഴുതി വെച്ച അങ്ങനത്തെ ഡയലോഗ് നിർബന്ധമില്ലായിരുന്നു. ഓക്കെ. ഇപ്പൊ കുറെ ടേക്ക് പോയി ചിലതൊക്കെ എന്ന് പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് എല്ലാ സിനിമ ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് ഒരു സിനിമ പോലും ഈ സിനിമയിൽ ഒറ്റ ടേക്കിൽ ഓക്കെ ആയിട്ടില്ല. എല്ലാ സിനിമ അതിപ്പം ഞാനും നല്ല ഇതിൽ ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാരുടെയും അത് ഒരുപാട് എല്ലാ സീനുകളും ഒരുപാട് എടുത്തെടുത്തെടുത്ത് അതിപ്പോ ഡബിങ്ങിന്റെ കാര്യത്തിൽ പോലും അങ്ങനെയാ. മാസങ്ങൾ എടുത്ത് ഡബ് ചെയ്ത് അഭിനയിച്ച് തീർത്തൊരു സംഭവമാണ്. ഇപ്പൊ ഇന്ദ്രൻ സാറിനെ പോലുള്ള ലെജൻസ് ഒക്കെ എല്ലാവരും സ്പോട്ടായിട്ട് ഇംപ്രൈസ് ചെയ്യുന്ന ആള്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു? അപ്പൊ പെട്ടെന്ന് സ്ക്രിപ്റ്റിൽ പറയാത്തൊരു കാര്യം പറയുന്നു, ചെയ്യുന്നു. അതങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ അതിൻ്റെ അകത്ത് എന്റെ കൊച്ചയും ഒക്കെ എന്നോട് ഇന്നലെ ഞങ്ങൾ തിയേറ്ററിൽ ഇരുന്നപ്പം എന്റെ അടുത്ത് ചോദിക്കുക, എടി അങ്ങളിന് ശരിക്കും കാലിന് എന്തെങ്കിലും മേലായികയുണ്ടോ? അതുങ്ങൾ അതിൻ്റെ അകത്ത് കാലിങ്ങനെ ചെയ്യുന്നരുത്. ഇല്ല, ശരിക്കും അങ്ങളത് ഭയങ്കര നമുക്ക് കാണുമ്പോൾ ശരിക്കും തോന്നും അങ്ങളിന് കാല് വേദന എടുക്കുന്നുണ്ടോ അങ്ങനെ നമുക്ക് തോന്നും. അതില് പല കാര്യങ്ങളും എഴുതി വെക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പറഞ്ഞു തരാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടല്ലോ. അതൊക്കെ സ്വന്തമായിട്ട് അങ്കിൾ തന്നെ ചെയ്തിട്ടുള്ളതാ അതില്. ഓക്കെ. പിന്നെ നമ്മൾ ഔട്ട്ലുക്ക് ഉണ്ടല്ലോ, കണ്ണടയൊക്കെ വെച്ച് അങ്ങനെ കണ്ടപ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു മെച്ചുവേർഡ് ആയ ഒരു ഫീല് തോന്നിയായിരുന്നു. എന്നോട് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ഇത് 3 വർഷം മുന്നെയാ പ്രൈവറ്റിന്റെ ഷൂട്ടിങ് കഴിഞ്ഞ. അപ്പൊ എല്ലാരും പറഞ്ഞു ഇപ്പോൾ ഇതിനെ കഴിഞ്ഞും അതിൽ കാണുമ്പോഴാ മെച്ചുവേർഡ് ആയിട്ട് ഫീൽ ചെയ്യണേ. ഞാനിപ്പോ +2 പഠിക്കുമ്പോഴത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ആലോചിക്കുന്നു, അന്ന് ഇതിലും കുഞ്ഞാണല്ലോ. അതെ. പക്ഷെ ഇല്ല, അതാ ലുക്ക് അവര് ക്രിയേറ്റ് ചെയ്തെടുത്തതാ. അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു എങ്ങനെ ചെയ്താ ഇങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത്. അതുകൊണ്ട് അവർ തന്നെ അതിൽ മുടി കെട്ടിയിരിക്കണത് പോലും അലങ്കോലപ്പെടുത്തി കെട്ടിയിരിക്കുന്നത് പോലും വെൽ പ്ലാൻഡ് ആയിട്ട് പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നതാണ്. അല്ലാണ്ട് കാറ്റിലായി പോയതല്ലെന്ന്. അങ്ങനെയല്ല, ഇത് ചുമ്മാ ഇങ്ങനെ വെറുതെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന പോലെ കെട്ടി വെച്ചിട്ടുള്ളതായിരിക്കും. പക്ഷെ അതും അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് എഴുതി വെച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തതാ. അപ്പൊ ഈ ലുക്കിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് കറക്റ്റ് ആയിട്ട് നമ്മളെ കണ്ണാടിയിൽ നോക്കിയ സമയത്ത് ഫസ്റ്റ് എന്തായിരുന്നു ഫീൽ ചെയ്തത്? അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊന്നും തോന്നിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടറുമായിട്ട്. അഷിത എന്ന ക്യാരക്ടറിന്റെ പേര്. അപ്പോ ഞാൻ ഫസ്റ്റ് ചെയ്തത് അമർ അക്ബറിൽ പാത്തു എന്ന് പറഞ്ഞ, ഫസ്റ്റ് മീൻസ് എന്നെ എല്ലാവർക്കും അറിയണത് പാത്തു എന്ന് പറഞ്ഞ ക്യാരക്ടറില. അപ്പം അതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അതിനു മുന്നേ ഒത്തിരി സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും അറിയണത് ഈ പാത്തുവിലൂടെയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ തട്ടമൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നത് അഷിതയാ. അപ്പൊ എനിക്ക് അതുമായിട്ടൊരു കണക്ഷൻ തോന്നി. രസമുണ്ടല്ലോ ഇങ്ങനെ. പാത്തുമായിട്ട്. അപ്പൊ ഞാൻ കുറെ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇതിട്ടപ്പം കുറെ വന്ന കമന്റ്സും DM ഒക്കെ അതായിരുന്നു. കുറെ ആൾക്കാര് പാത്തു ഇസ് ബാക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ശരി. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അത് തമ്മിൽ എവിടെയൊക്കെയോ കണക്ഷൻസ് ഉള്ളതുപോലെ. ഓക്കെ. ഇനി പുതിയ പ്രൊജക്ട്സ് ഏതൊക്കെയാ? പുതിയ പ്രോജക്റ്റ് ഒന്നുമില്ല. പ്രൈവറ്റ് ആയിരുന്നു ഇപ്പൊ റിലീസ് ആവാനുണ്ടായിരുന്നത്. അത് റിലീസായി. ഇനി അതിന്റെ പരിപാടികളൊക്കെ ചെയ്തതാ. പക്ഷെ അതിന്റെ ബാക്കി ഡബിങ്ങും കാര്യങ്ങളും എല്ലാം ഈ ലാസ്റ്റ് മിനിറ്റ് വരെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതിന് ഒരു സെൻസർ ബോർഡ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പ്രൈവറ്റ് ആക്ച്വലി ഓഗസ്റ്റ് 1-ാം തീയതി റിലീസ് ചോദിക്കാൻ വരുമായിരുന്നു. ഇപ്പൊ പ്രമോഷൻസ് കുറവായിരുന്നു ഇതിനു മുൻപ്. അതിനുശേഷം ഇപ്പൊ കുറെ ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞു, ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ സിനിമയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ? സിനിമയിലെ ബാധിച്ചിട്ടുണ്ട്. കാരണം സിനിമയുടെ സീൻസ് കട്ട് ചെയ്ത് പോയല്ലോ. ഇത് ഓഗസ്റ്റ് 1-നായിരുന്നു റിലീസ് ചെയ്യാൻ ഇരുന്നിട്ടുണ്ടായിരുന്നേ.
പിന്നെ അത് ഈ സെൻസറിന്റെ ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഒക്ടോബറിലേക്ക് അത് മാറ്റേണ്ടി വന്നത്. അപ്പൊ ഈ പ്രൊമോഷൻ അതിനെയും കുറെ എഫക്ട് ചെയ്തിട്ട് ഇപ്പൊ പോസ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന ആ സമയത്തേക്കായിരുന്നല്ലോ. അപ്പൊ അത് പെട്ടെന്ന് മാറിയപ്പോൾ നമ്മളും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. പിന്നെ കംപ്ലീറ്റ്ലി ചെയ്ത് വെച്ചിരുന്ന ഒരു സാധനം മാറ്റി ചെയ്യേണ്ടി വന്നു. പിന്നെ കുറെ സ്ഥലത്ത് മ്യൂട്ടും കാര്യങ്ങളും എല്ലാം വന്നു. അപ്പൊ ഈ ആശയം ഇത് പ്രൈവറ്റിൽ അങ്ങനെ ഒത്തിരി ഡയലോഗ്സോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്ന ഒരു സിനിമയല്ല. എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ഡയലോഗ്സ്, ഒരു മൂളൽ പോലും ആവശ്യമില്ലാത്തത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ വെട്ടിക്കളയാൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ പോർഷൻ കറക്റ്റായിട്ട് പല പല പോർഷൻസ് എടുത്ത് കളയേണ്ടി വന്നപ്പോഴത്തേക്കും ഇത് ആൾക്കാർക്ക് ഇത് കൺവേ ചെയ്യോ, ഇത് മനസ്സിലാവുമോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് നന്നാക്കി വെച്ചിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അതെ. ഓക്കെ, നമുക്ക് ഒപ്പം കണ്ടതിന് ശേഷം ലാലേട്ടന്റെ ഒരു ചോദ്യം ഇല്ലാതെ ഒരു ഇന്റർവ്യൂ നമുക്ക് വൈൻഡ് ചെയ്യാറില്ല അല്ലെ? എല്ലാപ്പോഴും അങ്ങനെയല്ലേ? അതെ, എനിക്ക് സന്തോഷമുള്ള ചോദ്യമാണ്. ഓക്കെ, ഇപ്പൊ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി. അപ്പോ ലാലേട്ടനായിട്ടുള്ള ഒരു ഓർമ്മകൾ എങ്ങനെയാ പങ്കുവെക്കുന്നത്? ലാലങ്ങളുമായിട്ട് വളരെ നല്ലൊരു ഓർമ്മയാണ്. എനിക്ക് ഒപ്പം ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഭയങ്കര ഹാട്രിക് അടിച്ച സന്തോഷമാണ്. കാരണം ലാലങ്ങള്, പ്രിയനങ്ങള്, MG അങ്കിള്, ഇവരുടെ 3 പേരുടെ ഒരു കോംബോ നമ്മൾ എക്കാലത്തും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ അതിലൊരു പാർട്ടാവാൻ പറ്റി എന്നുള്ളത് ഒപ്പം ചെയ്യുന്ന സമയത്തും അന്നും ഇന്നും എന്നും എനിക്ക് ഭയങ്കര ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ലാലങ്കിളിന് ഓരോ അവാർഡ് കിട്ടുന്നതും നമ്മുടെ ലാലേട്ടനൊരു എന്ത് കിട്ടിയാലും എന്ത് സംഭവിച്ചാലും അത് മലയാളികൾക്കൊക്കെ കിട്ടുന്ന ഒരു അച്ചീവ്മെന്റ് പോലെയാണ് നമ്മൾ അതെ കാണുന്നത്. അതെ. നമ്മളെല്ലാരും കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടിയ ഒരു സാധനം. നീ അറിഞ്ഞില്ലേ ലാലേട്ടൻ അങ്ങനെ സംഭവം കിട്ടി എന്നുള്ളത് നമ്മുടെ പൊതുവായിട്ടുള്ളൊരു സന്തോഷമായിട്ടാണ് കാണുന്നത്. അപ്പം ആ കൂട്ടത്തിൽ ഞാനും ഒരുപാട് സന്തോഷിക്കുന്ന, അഭിമാനിക്കുന്ന ഒരാളാണ്. ഈ ലാലേട്ടന്റെ കൂടെ ഒരു സിനിമ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഈ പ്രതീക്ഷകളൊക്കെ എനിക്കുണ്ട്. നല്ല നല്ല ആഗ്രഹങ്ങളാണ്. ഇതുവരെ അങ്ങനെയൊന്നും പ്ലാനിങ് ഒന്നും ഇല്ല. ഓക്കെ, വരട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. സ്ക്രിപ്റ്റ് ഒന്നും വന്നിട്ടില്ല അങ്ങനെ? നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഞാനും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം. പ്രൈവറ്റ് നല്ല രീതിയിൽ തന്നെ പോകട്ടെ. ഇനി എടുക്കുന്ന പ്രൊജക്ട് ഇതുപോലെ തന്നെ സക്സസ്ഫുൾ ആവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഒരുപാട് സന്തോഷം.